ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീക്കിംഗ് പെർമിഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. അപ്പം ഏതൊക്കെ ഫ്രേസസ് ആണ് നമ്മൾ പെർമിഷൻ ചോദിക്കാനായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുക, അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെയാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. Seeking permission. When seeking permission in English, we often use phrases like may I, can I, and shall I. These phrases are polite ways to ask for approval or consent it to do something. അതായത് നമുക്ക് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അനുമതി ചോദിക്കുമ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് ഉപയോഗിക്കാറുള്ള ഫ്രേസസ് ആണ് ഇംഗ്ലീഷിൽ മേ ഐ, ക്യാൻ ഐ, ഷാൽ ഐ തുടങ്ങിയത്. അപ്പം ഇവ എന്തിനാണ് വളരെയധികം പൊളൈറ്റായിട്ട് മര്യാദയോടുകൂടി അനുമതി അല്ലെങ്കിൽ സമ്മതം ചോദിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് ഈ 3 ഫ്രേസ് ഉപയോഗിച്ച് നമ്മൾ ചോദിക്കാറുള്ളത്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഏതൊക്കെ സിറ്റുവേഷനിൽ ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ മേ ഐ. മേ ഐൻ്റെ യൂസേജ് എന്താണെന്നുള്ളത് നോക്കാം. മേ ഐ ഈസ് ദ മോസ്റ്റ് ഫോർമൽ ആൻഡ് പൊളൈറ്റ് വേ ടു ആസ്ക് ഫോർ പെർമിഷൻ. ഇറ്റ് ഈസ് ഓഫൻ യൂസ്ഡ് ഇൻ ഫോർമൽ സിറ്റുവേഷൻ ഓർ വെൻ ഷോയിങ് റെസ്പെക്റ്റ്. അതായത് മേ ഐ എന്ന് പറയുന്നത് ഏറ്റവും ഔപചാരികമായിട്ട് നമ്മൾ ചോദിക്കുന്നത്, അതായത് നമ്മൾ വളരെ ഫോർമലായിട്ട് ചോദിക്കുന്ന ഒരു രീതിയാണ്. നമ്മളൊരു മാന്യത കാണിക്കാനായിട്ടും അതുപോലെ തന്നെ വളരെ ഫോർമലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നതാണ് മേ ഐ. സാധാരണയായിട്ട് മേ ഐ നമ്മൾ ഉപയോഗിക്കാറുള്ളത് ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഓഫീസസ് അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരോട് ഒക്കെ സംസാരിക്കുമ്പോഴാണ് നമ്മൾ മേ ഐ ചോദിക്കുക. മേ ഐ നമ്മൾ ക്ലാസ് റൂമിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളതാണ്. കുട്ടികൾ ടീച്ചേഴ്സിനോട് ചോദിക്കാറുള്ളതാണ് അല്ലേ, മേ ഐ ഡ്രിങ്ക് വാട്ടർ, മേ ഐ ഗോ ടു ടോയ്ലറ്റ്. അങ്ങനെ മേ ഐ വെച്ചിട്ടാണ് സാധാരണ കുട്ടികൾ റിക്വസ്റ്റ് ചോദിക്കാറുള്ളത്. അപ്പം അത്രയും ഫോർമലായിട്ടുള്ള കാര്യമാണ് മേ ഐ. സോ നെക്സ്റ്റ് വൺ ക്യാൻ ഐ. ക്യാൻ ഐ ഈസ് ലെസ് ഫോർമൽ ദാൻ മേ ഐ. മേ ഐനെ കഴിഞ്ഞും കുറച്ചും കൂടി ഫോർമാലിറ്റി കുറഞ്ഞതാണ് ക്യാൻ ഐ എന്ന് പറയുന്നത്. ആൻഡ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ എവറിഡേ കോൺവെർസേഷൻ. നമ്മൾ സാധാരണയായിട്ടുള്ള കോൺവെർസേഷനിൽ ക്യാൻ ഐ ആണ് മേ ഐനെ കഴിഞ്ഞും കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. സോ ഇറ്റ് ഈസ് ആസ്ക് ഫോർ പെർമിഷൻ ബട്ട് ഓൾസോ ഇംപ്ലൈസ് എബിലിറ്റി. ഇത് പെർമിഷൻ ചോദിക്കുക മാത്രമല്ല, ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും എന്നുള്ള ഒരു നമ്മളുടെ എബിലിറ്റി കൂടിയാണല്ലോ. കഴിയുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ആ എബിലിറ്റീനെ കാണിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ക്യാൻ ഐ യൂസ് ചെയ്യാറുണ്ട്. ക്യാൻ ഐ ഗോ ദർ, എനിക്ക് അവിടെ പോകാൻ കഴിയുമോ എന്നുള്ള മീനിങ്ങും ആവാം, ഞാൻ അവിടെ പോയിക്കോട്ടെ എന്നുള്ള മീനിങ്ങും ആകാം. ഓക്കെ, അപ്പോൾ എബിലിറ്റീനെ സൂചിപ്പിക്കാനും അതുപോലെ തന്നെ റിക്വസ്റ്റിനായിട്ടും ക്യാൻ ഐ യൂസ് ചെയ്യാറുണ്ട്. ഇത് യൂസ്ഡ് ഇൻ ഇൻഫോർമൽ ആൻഡ് കാഷ്വൽ സിറ്റുവേഷൻ ലൈക്ക് ഫ്രണ്ട്സ് ആൻഡ് പിയർ ഗ്രൂപ്പ്. അതായത് നമ്മുടെ കൂട്ടുകാരോടോ നമ്മുടെ സമപ്രായക്കാരോടോ ഒക്കെ കാഷ്വലായിട്ട് ഇൻഫോർമലായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസാണ് ക്യാൻ ഐ എന്നുള്ളത്. നെക്സ്റ്റ് വൺ ഷാൽ ഐ. ഷാൽ ഐ ഈസ് യൂസ്ഡ് ടു offer to do something or to suggest an action. It is more formal and less common in everyday speech. അതായത് വളരെയധികം ഫോർമലായിട്ടുള്ളൊരു യൂസേജാണ് ഷാൽ ഐ എന്നുള്ളത്. ഷാൽ ഐ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ നമ്മൾ നിർദ്ദേശിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഓഫർ ചെയ്യുമ്പോഴൊക്കെ ഷാൽ ഐ ആണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കാറുള്ളത്. വളരെ റെയറായിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രമാണ് എവറിഡേ സ്പീച്ചിൽ നമ്മൾ ഷാൽ ഐ ഉപയോഗിക്കാറുള്ളൂ. ഷാൽ ഐ ഓപ്പൺ ദ വിൻഡോ, അത് ഞാനത് ഈ ജനൽ തുറക്കട്ടെ എന്നുള്ളത് നമ്മൾ ചെയ്തോട്ടെ എന്നുള്ളൊരു അനുവാദം ചോദിക്കലാണ്. അതും വളരെ ഫോർമലായ രീതിയിൽ നമ്മൾ ചോദിക്കുന്ന അനുവാദം ചോദിക്കലാണ്. ഷാൽ ഐ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ എവറിഡേ സ്പീച്ചിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. നെക്സ്റ്റ് വൺ കുഡ് ഐ എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ കുഡ് ഐ മീൻസ് കുഡ് ഐ ഈസ് മോർ പൊളൈറ്റ് ആൻഡ് ഫോർമൽ വേർഷൻ ഓഫ് ക്യാൻ ഐ. ക്യാൻ ഐനെ കഴിഞ്ഞും കുറച്ചുകൂടെ പൊളൈറ്റും ഫോർമലുമായ വേർഷനാണ് കുഡ് ഐ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫൻ യൂസ്ഡ് ടു മേക്ക് റിക്വസ്റ്റ് സൗണ്ട്സ് സോഫ്റ്റർ ആൻഡ് എ മോർ റെസ്പെക്റ്റബിൾ. അതായത് ക്യാൻ ഐനെ കഴിഞ്ഞും മര്യാദയോടെ അല്ലെങ്കിൽ ഔപചാരികമായിട്ട് ചോദിക്കുന്ന ഒന്നാണ് കുഡ് ഐ എന്നുള്ളത്. ഇത് നമ്മളുടെ റിക്വസ്റ്റ് വളരെയധികം എന്താ പറയുക പൊളൈറ്റായി ആക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഡ് ഐ ഉപയോഗിക്കുക, വളരെയധികം റെസ്പെക്റ്റോടുകൂടെ. സോ കുഡ് ഐ യൂസ് യുവർ ഫോൺ ഫോർ എ മൊമെൻറ്റ്. ഞാൻ താങ്കളുടെ ഫോൺ ഒരു നിമിഷത്തേക്ക് ഉപയോഗിച്ചോട്ടെ. അത് വളരെയധികം ഫോർമലായിരിക്കും എന്നുള്ളത് ഓർക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ
വുഡ് ഇറ്റ് ഓക്കെ ഇഫ് ഐ. This is a very polite and formal way to ask for permission, often used in professional or respectable things. അതായത് പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റിക്വസ്റ്റിൻ്റെ ഫോമാണ് വുഡ് ഇറ്റ് ഓക്കെ ഇഫ് ഐ. അതായത് നമ്മുടെ ഓഫീസുകളിലായാലോ അല്ലെങ്കിൽ പ്രൊഫഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വളരെയധികം ഔപചാരികമായിട്ട് റിക്വസ്റ്റ് ചോദിക്കുന്നതാണ് വുഡ് ഇറ്റ് ബി ഓക്കെ ഇഫ് ഐ. This is a very polite and formal way to ask for permission, often used in professional or respectful settings. Example, would it be okay if I leave early today? ഞാൻ ഇന്ന് നേരത്തെ പോയാൽ അത് ഓക്കെ ആയിരിക്കുമോ? Would it okay if I? അപ്പം ഈ മേ ഐ, ക്യാൻ ഐ, ഷാൽ ഐ, കുഡ് ഐ ആൻഡ് വുഡ് ഇറ്റ് ബി ഓക്കെ ഇഫ് ഐ എന്നുള്ളതൊക്കെയാണ് സീക്കിംഗ് പെർമിഷന് വേണ്ടിയിട്ട് സാധാരണയായിട്ട് ഇംഗ്ലീഷിൽ ചോദിച്ച് കാണുന്ന ഫ്രേസസ്. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്